ഹലോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് ശിവരാത്രി ദിവസമാണ്, ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇതാണ് അമ്പലം. തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നം എന്നെ കൊണ്ട് അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടാവും കേട്ടോ, ക്ഷമിക്കണേ. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയി, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ തൊഴുതൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോവാട്ടോ. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ കേട്ടോ അമ്പലം, ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് പാട്ടൊക്കെ അടുത്തുനിന്ന് തന്നെ കേൾക്കാൻ പറ്റും. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി വേഗം അടിച്ചു വരി തുടച്ചു കേട്ടോ. പിന്നെ ചെടിയൊക്കെ നനച്ചു കൊടുത്തു. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ, ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത്. നല്ലൊരു വെയിലൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അവൻ എണീറ്റപ്പോൾ ഞാൻ അവന് ഫുഡ് കൊടുത്തു. ഇഡ്ഡലി സാമ്പാറായിരുന്നു കേട്ടോ. അപ്പോൾ സാമ്പാർ അവൻ കഴിക്കില്ല, എരിവ പറഞ്ഞിട്ട് അവൻ കഴിക്കില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഫോനൊക്കെ ഫുഡ് കൊടുത്ത് ഞാൻ പിന്നെ പായസം ഉണ്ടാക്കാൻ നിന്നു കേട്ടോ. നമ്മൾ അമ്പലത്തിലൊക്കെ കിട്ടില്ലേ പാൽപ്പായസം, വഴിപാട് കഴിച്ചാൽ ആ ഒരു പായസം ഉണ്ടാക്കാൻ ട്രൈ ചെയ്തതാണ് കേട്ടോ. ഈ കൃഷ്ണ തുളസി ഇട്ടാൽ അമ്പലത്തിൽ ഒരു ടേസ്റ്റ് കിട്ടും പറയും. അപ്പോൾ ഞാൻ കൃഷ്ണ തുളസി ഉണ്ടായിരുന്നില്ല, സാധാ തുളസി ഇട്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാൽ, പക്ഷേ അമ്പലത്തിലെ ടേസ്റ്റ് എവിടെ നിന്ന് കിട്ടാനാ? ആ ഒരു ടേസ്റ്റ് നമുക്ക് ഒരിക്കലും കിട്ടില്ല, എന്ത് ചെയ്താലും കിട്ടില്ല അല്ലേ. അപ്പോൾ മുന്തിരിയൊക്കെ നമ്മുടെ വൈറൽ മുന്തിരി ഇല്ലേ, മസാല മുന്തിരി, അതൊക്കെ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. പിന്നെ ഒരു കടയിൽ പോയപ്പോൾ ഈ പാൽപ്പൊടി വാങ്ങിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ അത് ഇരുന്ന് കഴിച്ചു. പിന്നെ ഇവിടെ ഒരു ചേച്ചി കൈ നോക്കാൻ വരില്ലേ, അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൈയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. ചോറ്, സാമ്പാർ, പപ്പടം, അച്ചാറൊക്കെ ആയിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചായ കുടിച്ചു. പിന്നെ തേങ്ങ പൊളിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പൊളിക്കുകയാണ്. ഈ ഒരു അബദ്ധം എനിക്ക് പറ്റിയെന്ന് വെച്ചാൽ, ഇവിടെ ഇങ്ങനെ നമ്മൾ അടിച്ചു വാരി കത്തിക്കൂലേ, അങ്ങനെ ഞാൻ ഇവിടെ അടുത്തിട്ട് കത്തിച്ചു പോയിട്ടോ. അത് ചാമ്പയ്ക്കാണ്. അപ്പോൾ ഒന്നായിട്ട് അത് കരിഞ്ഞു പോയി. പിന്നെ കിളിർത്ത് വരുന്നുണ്ട് കേട്ടോ സംഭവം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ തുണി ആറിയിട്ട് ഉണ്ടായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ എടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അവൻ എന്തൊക്കെയോ എന്നോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മറുപടി ഞാൻ പറയുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തുണിയൊക്കെ കൊണ്ടുപോയി ബെഡ്റൂമിലിട്ടു. ഇനി അതൊക്കെ മടക്കി വെക്കാനുണ്ട് കേട്ടോ. അങ്ങനെ അമ്മയും സ്വത്തും കൂടി തൊഴാൻ വേണ്ടി പോകട്ടെ. വൈകുന്നേരം ആയപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നില്ല, വൈകുന്നേരം രാവിലെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ തൊഴാൻ വേണ്ടി പോവാട്ടോ. അങ്ങനെ അവർ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു മടക്കി വെക്കാൻ, അതൊക്കെ മടക്കി വെക്കാൻ പോവാട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ അപ്പോഴത്തേക്ക് അവനെ ഉറങ്ങിട്ടോ. ഞാൻ അവൻ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വേഗം തന്നെ കിടന്നുറങ്ങി. ഫുഡൊക്കെ കൊടുത്തിട്ടാട്ടോ ഉറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകട്ടോ. അമ്പലത്തിൽ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു. സീറ്റൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടോ. പിന്നെ പരിപാടികൾ തുടങ്ങി. അപ്പോൾ ആദ്യം തന്നെ കളരി, അതിന് മുന്നേ കുറച്ച് ഡാൻസുകളുണ്ടായിരുന്നു കേട്ടോ. എന്തോ പൂജ എന്തോ പറയില്ലേ, ആ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കളരിയാണ് കേട്ടോ. നന്നായിട്ട് ചെയ്തു കേട്ടോ കുട്ടികൾ, എല്ലാ കുട്ടികളും നന്നായിട്ട് ചെയ്തു. പിന്നെ നാടകം ഉണ്ടായിരുന്നു. പക്ഷെ നാടകം ഒരു 2 മണിക്കൊക്കെ കേട്ടോ ഞങ്ങൾ വരുമ്പോൾ, ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 1:30 സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നിന്ന് കണ്ടാൽ പിന്നെ അറിയാലോ, അതുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടികളൊക്കെ കണ്ടു. കുട്ടികളത് ആദ്യം വെച്ചു. അവർ ഇത് തുടങ്ങാൻ തന്നെ വൈകിട്ടുണ്ടായിരുന്നു, 10 മണിയായിട്ടുണ്ടായിരുന്നു തുടങ്ങാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടി നേരത്തെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നാടകം കൂടി കണ്ടിട്ട് വരായിരുന്നു. പിന്നെ ഉറക്കൊഴിയുന്ന ശിവരാത്രി നോറ്റവരുണ്ടാവുമല്ലോ, അവർക്ക് കുറച്ചുകൂടി അത് കണ്ടിരിക്കാൻ പറ്റും. പിന്നെ അല്ലാത്തവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റിലേക്ക് കുറച്ച് പേര് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പരിപാടി കഴിഞ്ഞ ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഡാൻസായിരുന്നു. ഈ ടീമിൻ്റെ അടിപൊളി ഡാൻസായിരുന്നു കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. നല്ല ഒരു കണ്ടിരിക്കുക അടിപൊളിയായിരുന്നു. അതൊക്കെ കണ്ടിരിക്കുകയാണ് ഞങ്ങൾ. തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ, അതാണ് ഇങ്ങനെ ഇടയ്ക്കൊരു ഇത് വരുന്നത്. പിന്നെ കുഞ്ഞു മക്കളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അതൊക്കെ കണ്ടിരിക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ തിരുവാതിര ഒരു വെറൈറ്റി തിരുവാതിരയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുന്നവരെ സമ്മതിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളെ പണികളും ചെയ്യണം, പിന്നെ ഈ വീഡിയോ എടുത്ത് ചെയ്യണം, പിന്നെ അവിടെ കൊണ്ടുവയ്ക്കണം ഇവിടെ കൊണ്ടുവയ്ക്കണം. അല്ലെങ്കിൽ എടുത്ത് തരുന്നവരാണെങ്കിൽ അത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ എടുത്ത് തരണം. അപ്പോൾ അത് ഭയങ്കര ഒരു പണി തന്നെ കേട്ടോ. ശരിക്കും അത് ചെയ്യുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഓട്ടംതുള്ളലുണ്ടായിരുന്നു. ഓട്ടംതുള്ളൽ അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. നല്ല എഫേർട്ട് ഉണ്ട് ചെയ്യുന്നതിന്. എനിക്ക് അങ്ങനെ തോന്നി. എന്താ വെച്ചാൽ കുറേ ഒരു മണിക്കൂറോളം ഉണ്ട്. അപ്പോൾ അത് അടിപൊളിയായിട്ട് ആ കുട്ടി ചെയ്തു. പെൺകുട്ടിയായിരുന്നു കേട്ടോ അത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ക്ലിയറായിട്ടും ഡീറ്റെയിൽ ആയിട്ടും ഇങ്ങനെ കാണുന്നത് കേട്ടോ, അടുത്തൊക്കെ നിന്നിട്ട്. ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. എവിടെ നിന്നൊക്കെയോ കണ്ടിട്ടുണ്ട്, ചെറിയൊരു ഓർമ്മ ഉണ്ട്. അല്ലാണ്ട് വലുതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല ഈ സംഭവം. അപ്പോൾ അതും കണ്ടു. നല്ല അടിപൊളിയായിട്ട് കുട്ടി ചെയ്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു ബോറടി ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ വീഡിയോ എഡിറ്റ് ചെയ്യുക, എടുക്കുക, ഈ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുക, അതൊക്കെ ഭയങ്കര പണി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് പറ്റുന്ന പോലെയൊക്കെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും. അപ്പോൾ ഇനി ഈ ഒരു ഇതാണ് ലാസ്റ്റ് ഉണ്ടായിരുന്നത്, ഈ ഡാൻസ് കേട്ടോ. ഇതൊരു തെയ്യം തിറ ആ ഒരു സംഭവം വെച്ചിട്ടാണ്, തീം വെച്ചിട്ടാണ് ചെയ്തത്. നല്ല ഭംഗിയുണ്ട്. ഞാൻ ഈ സംഭവം ആദ്യമായിട്ടാട്ടോ കാണുന്നത്. എന്നാലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ സോങ്ങുകളൊന്നും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്തിട്ട് എനിക്ക് കോപ്പിറൈറ്റ് വന്നതിന് ശേഷമാണ് ഞാൻ പിന്നെയും പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പാട്ടുകളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പാട്ട് നല്ല ഭംഗിയുണ്ടായി. പാട്ടും കൂടി വെച്ച് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ നമുക്ക് കോപ്പിറൈറ്റ് വരും, അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും എല്ലാ വീഡിയോകളും കാണട്ടോ. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ നിർത്തുക. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ നിങ്ങളെ ശിവരാത്രിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ ശിവരാത്രി നോറ്റോ? എന്താ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുക കേട്ടോ. ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഇവിടെ പണി നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സൗണ്ട് വരുന്നത്. എല്ലാവരും ക്ഷമിക്കണം.